കുട്ടികളിലും സമൂഹത്തിലും ധാർമ്മിക മൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഏറ്റവും പറ്റിയതാണ് രാമായണം. പണ്ട് മുത്തശ്ശിമാർ കുടുംബത്തിലുണ്ടായ കാലത്ത് അവർ രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നീ ഗ്രന്ഥങ്ങളെ കഥകളും ഗുണപാഠങ്ങളും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് കുട്ടിയുടെ ഭാവജീവിതത്തിലും സ്വഭാവ രൂപീകരണത്തിലും വലിയ സ്വാധീനം ചെലുത്തി. അത്തരം കുടുംബാന്തരീക്ഷവും സംസ്കാരവും നമുക്ക് നഷ്ടമായിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടം മൊബൈലിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും കാലമാണ്. മുത്തശ്ശി കഥകളും പുരാണങ്ങളും ഒക്കെ നമ്മൾ മറന്നിരിക്കുന്നു. അതിന് ദോഷം സമൂഹത്തിൽ കാണാനുമുണ്ട്. ഇപ്പം ഇത് പറയുമ്പം ഒരു കഥ ഓർക്കുകയാണ്. ഒരു മോൻ മോഷണക്കുറ്റത്തിന് വേണ്ടി പലതവണ കോടതിയിൽ പോയി. കുട്ടിയെ വീണ്ടും വീണ്ടും പ്രതി കുട്ടി കാണേണ്ടി വന്ന ജഡ്ജി ഈ അച്ഛനോട് പറയാണ്, കുട്ടിയുടെ അച്ഛനോട് പറയാണ്, നിങ്ങളുടെ മകൻ 4ാമത്തെ തവണയാണ് ഇവിടെ മോഷണക്കുറ്റത്തിന് ഹാജരായിട്ടുള്ളത്. വീണ്ടും വീണ്ടും ഇവൻ മോഷ്ടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് അവന് വേണ്ട ഉപദേശം കൊടുത്തുകൂടെ? അപ്പോൾ കുട്ടിയുടെ അച്ഛൻ ജഡ്ജിയോട് പറയുകയാണ്, ഞാൻ അവന് കൃത്യമായിട്ടുള്ള ഉപദേശം തന്നെയാണ് കൊടുക്കുന്നത്, പക്ഷേ അവന് സാമർഥ്യമില്ല. അതുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും പിടിക്കപ്പെടുകയാണ്. ഇങ്ങനെയുള്ളൊരു മാതൃകയാണ് തലമുറയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അച്ഛനമ്മമാർ മോഷ്ടിക്കുന്നില്ലായിരിക്കാം, അവർക്ക് നല്ല മാതൃക നമുക്ക് കാണിച്ചു കൊടുക്കാൻ അച്ഛനമ്മമാർക്ക് സമയമില്ല. അവർക്ക് ജോലിക്ക് പോകണം, കൂടുതൽ സമയം ഇരിക്കേണ്ടി വരുന്നു. കാരണം ഇപ്പോൾ 8 സോഫ്റ്റ്വെയറൊക്കെ ജോലി ചെയ്യുന്നവർ അമിത സമയം ഇരിക്കേണ്ടി വരുന്നു. ഇപ്പോൾ രാത്രി ജോലി ചെയ്യേണ്ടി വരുന്നു, പകലപ്പോൾ ഉറങ്ങേണ്ടി വരുന്നു. ഇതൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എങ്ങനെയും ഒരു മാതൃകയാകാൻ കാണിച്ചു കൊടുക്കണം. പണ്ട് ഒത്തിരി കുട്ടികൾ വീട്ടിലുണ്ടാകുന്ന സമയത്ത് സഹോദരങ്ങളെ നോക്കുമായിരുന്നു. ഇപ്പം അത്ര കുട്ടികൾ വീട്ടിലില്ല, 1-2 കുട്ടികളുള്ളൂ. അപ്പോൾ ഈ കുട്ടി കരയുമ്പോൾ ഫോണിൻ്റെ എടുത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ അതിൽ നോക്കിയിരിക്കുകയാണ്, അതിലേക്ക് മാത്രമായി ശ്രദ്ധ. അപ്പോൾ ആ ഫോൺ തിരിച്ചൊന്ന് മേടിച്ചു കഴിഞ്ഞാൽ കുട്ടി കൊച്ചു പിള്ളേർ തൊട്ട് വയലനായിട്ട് കരയുക, കൈ കിട്ടി നോക്കി എറിയുക. കുഞ്ഞുങ്ങൾ, സംസാരിക്കാൻ പഠിക്കാത്ത കുഞ്ഞുങ്ങൾ പോലും അത്ര കൂടെ ആയില്ല, അതിന് മുമ്പ് തന്നെ വയലൻ്റായിട്ട് ഉദിക്കുന്നു. അത് പിടിച്ച് കിട്ടാൻ വേണ്ടി കിട്ടിയവരൊക്കെ ഇട്ടിടിക്കുക, കൈ കിട്ടൊക്കെ എടുത്തെറിയുക. കൊച്ചു പിള്ളേർ കരയാതിരിക്കാൻ വേണ്ടി എടുത്തിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണത്. പക്ഷേ കുട്ടികൾക്ക് അതിനോട് ആ ലഹരി പോലൊരു വാസനയായിപ്പോയി. ശീലം സ്വഭാവന തന്നെയാണ്. ഇതമ്മ കണ്ടിട്ടുണ്ട്, തിരിച്ചമ്മ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫോൺ തന്നെ കൊടുക്കല്ലേ, പെൻസിലെടുത്ത് എടുത്ത് കൊടുക്കുക. വേറെ കുറച്ച് കളിപ്പാട്ടം ഉണ്ടല്ലോ, അതും എടുത്ത് കൊടുക്കും മക്കളെ. നമ്മൾ ആത്മീയമായ കാര്യങ്ങൾ കൊടുത്താൽ സാഹചര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, മനസ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റും. പുറത്ത് ചൂട് കൂടുമ്പോൾ മുറിക്കകത്ത് കയറുക, മുറി ചൂട് കൂടുമ്പോൾ പുറത്ത് ഇരിക്കുക. അപ്പോൾ സാഹചര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, മനസ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റും. ഇപ്പോൾ കൂടുതലും കുടുംബങ്ങളിലെ മുത്തശ്ശന്മാർ പോലും ടി വിയിലോ അല്ലെങ്കിൽ ഫോണിലോ ഒക്കെ കാര്യങ്ങളാണ് കൂടുതൽ. സന്ധ്യയ്ക്ക് പോലും നോക്കിയിരിക്കുന്നത്. അവർ നോക്കുന്നതിന് തെറ്റില്ല, നോക്കട്ടെ, അവിടെ സന്തോഷം കിട്ടുന്ന വഴി ചെയ്യുന്ന തെറ്റില്ല. ആ സന്ധ്യാസമയത്ത് പോലും നാമജപോ ഈശ്വരന്തെയോ അത്ര കാണുന്നില്ല. പഴയ കാലത്ത് ഒരു 50 വർഷം 60 വർഷം മുമ്പേ ഒക്കെ ഞാൻ 12 കിലോമീറ്റർ 14 കിലോമീറ്ററൊക്കെ ബന്ധുക്കളുടെയൊക്കെ വീടുകളിൽ പ്രസവിച്ച അമ്മയുടെ വീട്ടിലൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെ നാമജപം കേട്ടുകൊണ്ടേ പോകും. ഇപ്പോൾ ഒരു ബൾബ് കത്തിച്ചിട്ട് പൊട്ടയുടെ മുമ്പ് വെച്ച്, വിളക്ക് പോലുള്ള ബൾബ് കത്തിച്ച് വെച്ചിട്ട് മറ്റുള്ളതിന് മുമ്പിലിരിക്കുകയായിരിക്കും. ടി വി കാണണ്ട എന്ന് പറയുന്നില്ല അമ്മ. പക്ഷെ കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങൾ നേരെ അവരെല്ലാം ഓരോരോ മുറിയിൽ അവരുടെ ഫോണകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാതൃകയില്ല. ഒരു 10 വയസ്സിനുള്ളിൽ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ പതിയുമെന്ന് പറയാം. അത് എത്ര പ്രായം ചെന്നാലും അത് നമുക്ക് പുറത്തേക്ക് വരും. ശീലിച്ച ശീലം, സംസാരിച്ച ശൈലികൾ അത് പുറത്തേക്ക് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യക്കാർ ഒരു 50 വർഷം അമേരിക്കയിൽ പോയി താമസിച്ചാൽ അവരുടെ ഇംഗ്ലീഷൊക്കെ മനസ്സിലാകുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷാണ്. അത് കൂടുതലുള്ളിൽ പതിഞ്ഞു പോയി. ആ ശൈലി അവർ മാറുന്നില്ല. അപ്പോൾ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എങ്ങനെയും ഒരു മാതൃകയാകാൻ അത് കാണിച്ചു കൊടുക്കണം.